റീപോസ്റ്റ്മോർട്ടം വേണ്ടെന്ന് ഷാർജയിൽ ജീവനൊടുക്കിയ വിഭജികയുടെ കുടുംബം. സംസ്കാരം നീണ്ടുപോകുമെന്ന കാരണം കൊണ്ടാണ് കുഞ്ഞിന്റെ മൃതദേഹം UAE-യിൽ സംസ്കരിക്കാൻ സമ്മതിച്ചതെന്നും കുടുംബം വ്യക്തമാക്കി. വിഭജികയുടെ മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസമെന്നും UAE-യിലെ നിയമത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും കുടുംബം പറഞ്ഞു. അവർ പറയുന്ന പോലെ നടക്കട്ടെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അവരുമായിട്ട് സമ്മതിച്ചു. അതായത് വിഭജികയുടെ ശരീരം നമുക്ക് തരും, കുട്ടിയുടെ കാര്യങ്ങൾ ഇവിടെ അവർ ചെയ്യും, നമ്മളും കൂടെ നിൽക്കുമ്പോൾ, അതായത് നമ്മളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പിരിഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ മോളെ ആചാരപ്രകാരം അത് അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എല്ലാവരും പോവും. അവൻ ആദ്യമായിട്ട് കാണുകയാണ്, സ്വന്തം അനിയത്തിയുടെ കുട്ടീനെ ആദ്യമായിട്ട് കാണുന്നത്. അതിൻ്റെ ശവസംസ്കാര ചടങ്ങിന് അതിനൊരു ഭാഗ്യം വേണമല്ലോ, അതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിന് കൂടുതൽ കമൻസ് ഒന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ ആ റൂളിനും അതിൻ്റെതായ ഇതുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിന് കൗണ്ടർ ചെയ്യാം, പക്ഷേ അത് കൗണ്ടർ ചെയ്തിട്ട് മാസങ്ങളോളം നമ്മളൊരു കുട്ടീനെ ഫ്രീസ് ചെയ്ത് വെക്കാൻ നമുക്ക് താല്പര്യമില്ല. വിഭജികയുടെ മൃതദേഹം നാട്ടിലും കുഞ്ഞിന്റെ മൃതദേഹം UAE-യിലും സംസ്കരിക്കാനാണ് തീരുമാനം. അരുൺ പാറാട്ട് UAE-യിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ പാറാട്ട്, എന്താണ് കുടുംബം കൂടുതലായി വിശദീകരിക്കുന്നത്? റീപോസ്റ്റ്മോർട്ടം വേണ്ട, അവിടെയുള്ള നിയമ സംവിധാനങ്ങളിൽ വിശ്വാസമുണ്ട് എന്നാണ് കുടുംബം പ്രതികരിക്കുന്നത്. എന്താണ് പുതിയ വിവരങ്ങൾ, അരുൺ പാറാട്ട്? റീജിത്ത്, 2-3 ദിവസങ്ങളായി നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിന് ഇപ്പോൾ ഒടുവിൽ വിരാമമായിരിക്കുകയാണ്. ഇപ്പോൾ വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ വിഭജികയുടെ മകളുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കുവാനും കുടുംബം സമ്മതിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചയ്ക്കാണ് ഇന്ത്യൻ കോൺസുലേറ്റ് ഇരു കുടുംബങ്ങളെയും വിളിച്ചു വരുത്തി സമവായ ചർച്ച നടത്തിയത്. ഈ സമവായ ചർച്ചയിലാണ് ഈ ഒരു തീരുമാനമായിരിക്കുന്നത്. ഇതിനുശേഷം വിഭജിയുടെ കുടുംബം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കുടുംബം പറയുന്നത് പ്രകാരം ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും കടുത്ത വിഷമത്തിൽ തന്നെയാണ് തങ്ങൾ എല്ലാവരും ഉള്ളതെന്നും ഇതൊരു മത്സരമായി കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്, പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം വെച്ച് കളിക്കാൻ തങ്ങൾ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വലിയ വിഷമമുണ്ടെങ്കിലും തങ്ങൾ വന്നു ചേർന്നത്. കഴിഞ്ഞ 10 ദിവസമായി കുഞ്ഞിന്റെ മൃതദേഹം ഫ്രീസറിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം ഇത്തരത്തിൽ ഫ്രീസറിൽ വെക്കുന്നത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിഭജികയുടെ അമ്മ വിഷമത്തോടുകൂടി നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഇവിടെയുള്ള UAE-യിലുള്ള നിയമത്തെ വലിയ തോതിൽ തന്നെ ബഹുമാനിക്കുന്നുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. അതിനാൽ തന്നെ ഇനി ഇപ്പോൾ ഇവിടെ റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടില്ല. കാരണം റീപോസ്റ്റ്മോർട്ടം ഇനി ആവശ്യപ്പെട്ടാൽ മൃതദേഹം ഇനിയും സംസ്കരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പിന്നെയും വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനാൽ തന്നെ ഇനി റീപോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അരുണി, വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എങ്ങനെയാണ്? അത് എപ്പോഴേക്കാണ് ആലോചിക്കുന്നത്, അരുൺ പാറാട്ട്? റീജിത്ത്, വിഭജികയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ പോസ്റ്റ്മോർട്ടത്തിൽ മരണം ആത്മഹത്യ തന്നെ എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ മൃതദേഹം നാളെയോടുകൂടി തന്നെ എംബാമിംഗ് കഴിഞ്ഞ് ബാക്കി നിയമ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി നാളെ മറ്റന്നാളോടുകൂടി തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ട എല്ലാ നടപടിക്രമങ്ങളും എല്ലാ സഹായ സഹകരണങ്ങളും കോൺസുലേറ്റ് ഉൾപ്പെടെ അധികാരികൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നും അമ്മ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നാളെ കുഞ്ഞിന്റെ മൃതദേഹ സംസ്കാരം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉടൻ തന്നെ വിഭജികയുടെ മൃതദേഹവും നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിഭജികയുടെ അമ്മയും ബന്ധുക്കളും പ്രത്യാശിക്കുന്നത്. അരുൺ, ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടൊരു ധാരണയിലേക്ക്, തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നതാണ്. കുടുംബം ചില പരാതികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി നിയമ നടപടിയുമായി എങ്ങനെ മുന്നോട്ട് പോകും, അവിടെയും ഇവിടെ കേരളത്തിലും? എന്താണ് കുടുംബം വിശദീകരിക്കുന്നത്? നിയമ നടപടികൾ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെയുള്ള നിയമ നടപടികളെ കുറിച്ച് ആലോചിക്കുന്നില്ല. എങ്കിലും ഇന്നിപ്പോൾ ഷാർജ പോലീസിലടക്കം ചെന്നിരുന്നു, കാര്യങ്ങൾ അവരെ ധരിപ്പിച്ചിരുന്നു എന്ന് അമ്മ പറയുന്നുണ്ട്. എങ്കിലും വിഭജികയുടെ ലാപ്ടോപ്പ് കാണാതായ വിഷയമുണ്ട്, അതോടൊപ്പം തന്നെ ഫോൺ കാണാതായ വിഷയമുണ്ട്. ഈ 2 കാര്യങ്ങളിലും തങ്ങൾക്കൊരു അറിയിപ്പ് ലഭിക്കുക, അല്ലെങ്കിൽ ഈ 2 കാര്യങ്ങളും എന്താണ് സംഭവിച്ചതെന്ന് തങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതിനായുള്ള നടപടികളിലേക്ക് തങ്ങൾ പോകും. പക്ഷേ ഇപ്പോഴുള്ള തങ്ങൾ നൽകുന്ന വലിയ പരിഗണന ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതിനാണ്. അത് കഴിഞ്ഞ ശേഷം ഈ ഒരു കാര്യത്തിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം എന്ത് ചെയ്യുമെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നാട്ടിലുള്ള നിയമ നടപടികളുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നും അമ്മ അറിയിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈയൊരു സംസ്കാരത്തിനും വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചതിന് ശേഷം ഇത്തരം കാര്യങ്ങളിൽ നടപടികളിലേക്ക് പോകുമെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. ശരി, അരുൺ പാറാട്ട് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വിഭജികയുടെ മൃതദേഹം നാട്ടിലും കുഞ്ഞിന്റെ മൃതദേഹം UAE-യിലും സംസ്കരിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്.